ഇപ്പോൾ വയനാട്ടിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. വയനാട് പെരിന്തട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടാപ്പകൽ പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പശുക്കിടാവിനെ ആക്രമിക്കുകയും പശുവിനെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ സഹിതം ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് 24. ജനവാസ മേഖലയിലെത്തിയ പുലിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ളവർക്ക് സ്വാഭാവികമായും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പേടിയാകുന്നുണ്ടാകും. എന്നാലും വയനാട്ടിൽ ഒരിടവേളയ്ക്ക് ശേഷമാണ് പുലിയുടെ സാന്നിധ്യം ഇത്രത്തോളം വ്യക്തമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നാണ് തോന്നുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുജിത്ത്, ഇത് ജനവാസ മേഖലയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പതിഞ്ഞത്. ഇതൊരു പാറപ്പുറത്താണോ? അത് ദൃശ്യങ്ങൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയായിരിക്കണം അല്ലേ? അപ്പോൾ അത്യാവശ്യം വലിയ പുലി തന്നെയാണ് ഇത്. ഈ മേഖല രീതിയിൽ പുലിഭീതിയിൽ തന്നെയുള്ള ഒരു പ്രദേശമാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പാറപ്പുറത്ത് തന്നെയാണ് ഉള്ളത് പുലി. വയനാട് കൽപ്പറ്റ നഗരസഭയിൽ ഉൾപ്പെട്ട പെരിന്തട്ട മേഖലയാണ് ഇപ്പോൾ പുലി ഭീതിയിലായിരിക്കുന്നത്. നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ഈ പുലി ആക്രമിച്ചത്. ഇന്ന് പകൽ സമയത്താണ് പ്രദേശത്തെത്തിയതെന്നാണ് പറയുന്നത്. പെരിന്തട്ട ക്രഷറിന് സമീപത്തെ പാറപ്പുറത്താണ് വൈകിട്ട് 5 മണിയോടെ പുലിയെ കണ്ടത്. 1 മണിക്കൂറോളം പുലി ഇവിടെ കിടക്കുകയാണ് ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മേയാൻ വിട്ട പശുവിനെ കൊന്ന് തിന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അബു താഹിറിന്റെ പശുവിനെയാണ് ഇന്ന് കൊന്നു തിന്നത്. മേയാൻ വിട്ട പശുവിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ജഡാവശിഷ്ടം കണ്ടെത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തുണിക്കടവൻ അബ്ദുള്ളയുടെ പശുക്കിടാവിനെയും പുലി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ആളുകൾ ബഹളം വെച്ചതോടെയാണ് പുലി പശുക്കിടാവിനെ ഉപേക്ഷിച്ച് ഓടി മറഞ്ഞത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. ജഡാവശിഷ്ടത്തിന് സമീപത്ത് ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. എത്രയും വേഗം പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. പ്രജിൻ പ്രവിത. ശരി സുജിത്, എന്തായാലും അത് ചെറിയ അല്പസ്വല്പം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ജനവാസ മേഖലയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും പുലി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ, മാത്രമല്ല പല മൃഗങ്ങളെയും, അത് വളർത്തുമൃഗങ്ങളെയും അത് കടിച്ച് ആക്രമിച്ച് കൊന്നു തിന്നിട്ടുണ്ട് എന്നുകൂടി പറയുമ്പോൾ അല്പം പേടിക്കാനുണ്ട് ആ വിഷയത്തിൽ. വനംവകുപ്പ് ഉടൻ തന്നെ ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഓർത്തെന്ന് പറയും പ്രവിധ, നമ്മൾ കൽപ്പറ്റയിൽ പോയപ്പോൾ നമ്മൾ രാത്രി അവിടെ 10:30 ഷോ ചെയ്തിരുന്നു. അന്ന് കൽപ്പറ്റയുടെ ടൗണിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ നടന്ന് അവതരിപ്പിച്ചത്. അന്ന് ഒരുപാട് കമൻസ് വന്നിരുന്നു. തൊട്ട് പുറകോട്ട് നോക്കി അവിടെ വല്ല പുലിയും ആനയൊക്കെ വരുന്നു. അപ്പോൾ കൽപ്പറ്റയിൽ സംഭവം സത്യമാണ്. കൽപ്പറ്റ നഗരസഭയ്ക്ക് അടുത്തുള്ള, നഗരസഭയിൽ വരുന്ന പ്രദേശമാണ് ഈ പെരിന്തട്ട എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് പുലി ഇറങ്ങിയിരിക്കുന്നത്.